ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഒരു സന്തോഷത്തോടുള്ളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ബാക്കിൽ കോഴികളൊക്കെ കൂവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വലിയൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു കല്യാണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൂടുന്നത്. അതും എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്ങനെയുള്ളൊരു കല്യാണത്തിന്. അപ്പോൾ എന്താ പറയുക, വലിയ ഓഡിറ്റോറിയമാണ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെയൊക്കെ പോയി നിന്നെടുത്താൽ. അപ്പോൾ ഞാൻ അടുത്ത വ്യൂ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു, എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത്, കാരണം നമുക്ക് എന്നും കാണാമല്ലോ. പിന്നെ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ കാണാമല്ലോ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ. പിന്നെ നമുക്ക് എന്നും കണ്ടിരിക്കാമല്ലോ പോയ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്റ്റൈലോ ഫർണിച്ചർ ഉണ്ടല്ലോ പുത്തനത്താണ്, അതിൻ്റെ ഓണറാണ് കേട്ടോ അവരെ കടയാണ് കേട്ടോ, ഷോപ്പാണ് സ്റ്റൈലോ ഫർണിച്ചർ. നമ്മൾ വളാഞ്ചേരി റോട്ടിനുണ്ട്, ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പുത്തനത്താണ് സ്റ്റാൻഡ് കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ ലേണേഴ്സ് കോളേജ് ഉണ്ടല്ലോ നമ്മളെ തിരൂർ റോഡല്ല, എന്താ പറയുക, തൂവക്കാട് റോഡ്, അങ്ങനെ ആ ഭാഗത്തേക്കുള്ള ആ റോട്ടിലുണ്ട് കേട്ടോ ഒരു ഷോപ്പ്. അപ്പം അവരെ മോളെ കല്യാണമായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ. പിന്നെ ഗേൾസിനൊക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ ഗ്രൂപ്പിലൂടെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാനുള്ളൊരു ആഗ്രഹത്തിൽ പോയതാണ് കേട്ടോ. എല്ലാവരും ഇല്ലെങ്കിലും ഏകദേശം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയതായിരുന്നു കേട്ടോ. പക്ഷെ പലർക്കും പല കാരണത്താലും വരാൻ പറ്റാത്തൊരവസ്ഥയായിട്ടോ. പിന്നെ ബോയ്സൊക്കെ കുറേ പേര് ഗൾഫിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റൂലല്ലോ. ബോയ്സിന് പിന്നെ അങ്ങനെയാണ്. ഗേൾസിന് പിന്നെ ചിലർ ഹസ്ബൻഡ് വിടൂല, ചിലർ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയായിരിക്കും, ചിലർ എന്താ പറയുക ഹോസ്പിറ്റൽ കേസായിട്ട് അങ്ങനെ പല കാരണത്താലും വരാൻ പറ്റാത്തവരുണ്ട് കേട്ടോ. വരുന്നുണ്ട് പ്രതീക്ഷിച്ചവർക്കൊക്കെ പല ഹോസ്പിറ്റൽ കേസും കാരണം അങ്ങനെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വരാൻ പറ്റിയവർക്ക് കാണാൻ പറ്റി. പിന്നെ ഗൾഫിൽ പോയ ബോയ്സിന്, നാട്ടിൽ വന്നവർ, പിന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ കാണാനുള്ളൊരു ഉദ്ദേശത്തിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഒരാളായാലും രണ്ടാളായാലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ല, കാരണം ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. പിന്നെ അറിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. പിന്നെ ഞാൻ ഒരിക്കലും പോകാൻ പറ്റുന്ന പ്രതീക്ഷിച്ചതല്ല ഇനിയില്ല കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മളത് കൂടും ഹാപ്പി ആയിട്ട്. അപ്പോൾ നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മൾ കൂടും, അതല്ലെങ്കിൽ നമുക്ക് കൂടാൻ പറ്റില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ നോറ്റിരിക്കാറില്ല. അങ്ങനെ കാത്തിരുന്ന പല സംഭവങ്ങളും ഞങ്ങൾക്ക് കൂടാൻ പറ്റാത്തതുണ്ടായിട്ടുണ്ട്, സന്തോഷത്തോടെ കൂടാൻ പറ്റാത്തതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ പോവും, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതിലിപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു കോള് വന്നു, അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങളങ്ങനെ ഞാനും മക്കളും ഹസ്ബൻഡും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം മക്കളാകുമ്പോൾ ബസ്സിൽ പോകാൻ ബുദ്ധിമുട്ടല്ല, അപ്പോൾ അങ്ങനെ പോയിട്ടോ, ഓട്ടോറിക്ഷയ്ക്ക് പോയി. പിന്നെ എൻ്റെ ഫ്രണ്ട് ബസ്സിന് വന്ന്, പിന്നെ അവളുണ്ട് കുട്ടികളെയും ഞാൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ തിരക്കി ഇരിക്കേണ്ടി വരുമല്ലോ വെച്ചിട്ട്, പിന്നെ ചൂടൊക്കെ അല്ല. അപ്പോൾ പിന്നെ അവളങ്ങനെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കാടാമ്പ് സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേന് അവർ ബസ്സിൽ കയറിയിരിക്കണ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ ബസ്സിന് കയറി വന്നു. പിന്നെ അവളും വേറൊരു ഫ്രണ്ടും കൂടെ കഞ്ഞിപ്പിടിക്കണം അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഒരാൾ നേരത്തെ അവിടെ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കോളൊക്കെ ചെയ്ത് ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരഞ്ഞ് പിടിച്ച് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കഞ്ഞിപ്പുരം മൂടാൽ റോട്ടിൽ എന്താണ് ഇവൻറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട്.
അതിലായിരുന്നു കേട്ടോ. അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറ്റിപ്പുറം ഞങ്ങൾ ആ ബൈപ്പാസിനാണല്ലോ പോവുക കുറ്റിപ്പുറം പോകുമ്പോൾ. അപ്പോൾ ഞാനിടയ്ക്ക് പറയാറുണ്ട് വലിയൊരു ഓഡിറ്റോറിയം അല്ലേ, എല്ലാം കാണാൻ അടിപൊളി കല്യാണമൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു സ്ഥലമാണല്ലോ എന്നൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വിട്ടുതന്നപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി അവിടെ എല്ലാവരെയും കോളൊക്കെ ചെയ്ത് മീറ്റ് ചെയ്ത് കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി കേട്ടോ. കാരണം അത്രയ്ക്ക് ജനങ്ങളും തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ +2 ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമ്മളോടുള്ള സ്നേഹബന്ധം കൊണ്ടാണല്ലോ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണമൊക്കെ പറയുന്നത്. കാരണം ഫ്രണ്ടിൻ്റെ മോളതാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രണ്ട് നമുക്കൊക്കെ തന്നെ ഗേൾസിൻ്റെ മക്കളൊക്കെ തന്നെ കല്യാണം കഴിക്കാനാവണമല്ലോ. അപ്പോൾ പിന്നെ ബോയ്സ് നമ്മളൊക്കെ കല്യാണം കഴിച്ച് കുറച്ച് വർഷം കഴിഞ്ഞിട്ടല്ലേ കല്യാണം കഴിക്കുക. അപ്പോൾ അവരൊക്കെ മക്കൾ 1, 2 പഠിക്കുന്ന മക്കളായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഗേൾസിൻ്റെ മക്കൾ ഓരോരുത്തർ +1, +2 ഡിഗ്രിയൊക്കെ പഠിക്കുന്ന മക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ അവിടെ സംസാരിച്ച് പിന്നെന്താ എല്ലാവരെയും മീറ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ കാണുന്നേക്കാളും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് ടൈം സംസാരിച്ചു കേട്ടോ. കല്യാണത്തിനായതുകൊണ്ട് നമുക്ക് കുറേ ടൈം സംസാരിക്കാം ടൈം കിട്ടുമല്ലോ. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊന്നും കഴിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സുകൾ ഒന്നിച്ചൊന്നുമല്ല ഇരുന്നത് കേട്ടോ. ഞാൻ 2 ഫ്രണ്ട്സ് ഓരോരുത്തിരുന്ന്, പിന്നെ റിനു വേറൊരിടത്ത്, മിന്നു വേറൊരിടത്ത്, പിന്നെന്താ വേറൊരു ഫ്രണ്ട് വേറൊരിടത്ത്, അങ്ങനെ പലയിടങ്ങളിൽ സ്ഥലം കിട്ടിയിടത്തൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാ. അടിപൊളി ബീഫ് മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ബീഫ് മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ബീഫ് മന്തിയുടെ ബീഫ് ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെന്താ ചിക്കൻ ബിരിയാണി, പിന്നെ എന്താ പറയുക ചിക്കൻ്റെ വേറെ സംഭവം ഉണ്ടല്ലോ, എന്താണ് KFC അങ്ങനത്തെ എന്തോ ഒരു സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ കല്യാണത്തിനും മുമ്പ് ഫുഡ് കഴിക്കണം എന്നുള്ള ആക്രാന്തത്തിലാണ് കേട്ടോ പോവാറ്. പക്ഷേ ഈ കല്യാണത്തിന് എനിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡിൽ അത് ഉണ്ടായിരുന്നില്ല. എനിക്ക് കല്യാണം കൂടി എൻ്റെ ഫ്രണ്ട്സ് പൊതുവെ ഞാൻ കല്യാണത്തിന് പോയാൽ ഞാൻ തിന്നില്ലെങ്കിലും മക്കൾക്ക് അങ്ങനത്തെ വാങ്ങിക്കൊടുക്കലുണ്ട് എൻ്റെ പരിപാടി. ഞങ്ങൾക്ക് അങ്ങനത്തെ നമ്മൾ മടിയായിട്ടില്ല. അതിനത്ര മുൻതൂക്കം കല്യാണം കൂടാൻ പോണത് നല്ലത്. ഞാൻ കുറേശ്ശെ വാങ്ങിയിട്ട് കൂടുതലുള്ളവരെ കാണാനോ അതിനൊക്കെ തന്നെയല്ലേ. പിന്നെ അപ്പം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊതുവെ മക്കൾക്ക് ഗുലാബ് കൊടുക്കും. ഞാൻ തിന്നില്ലെങ്കിലും എന്നെന്തുള്ളത് അവർക്ക് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കത് തിന്നാതെ കിട്ടാതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ ഈ കല്യാണത്തിൽ പോയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല കേട്ടോ. മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ മക്കളോട് നിങ്ങൾ പോയി വാങ്ങിക്കോളി. അങ്ങനെ റീനു റിസോർട്ടിനായിട്ടും പോയിട്ട് വാങ്ങി. പിന്നെ ഹനൂസ് വേറെ വഴിക്ക് പോയിട്ട് എനിക്ക് ഇങ്ങനെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. പിന്നെ മിന്നുട്ടി തന്നെ ഏകദേശമൊക്കെ പോയിട്ട് വാങ്ങിക്കണം കേട്ടോ. മിനുക്ക് പോക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് നമ്മ പോക്കം കിട്ടുന്നില്ല, പൈസ ഇല്ലാതെ തരൂലെന്നാ കാക്ക പറയുന്നത് പറഞ്ഞിട്ടോ. പൈസ ഇല്ലാതെ കിട്ടൂല. അപ്പോൾ നമ്മൾ വെറുതെ പറയുന്നത്. അപ്പോൾ കിട്ടി വിശ്വസിച്ചില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഫ്രണ്ട്സുകളൊക്കെ പിരിഞ്ഞ് എല്ലാവരും പോയപ്പോൾ പിന്നെ എന്നോട് മിന്നുട്ടി അറിഞ്ഞ് എനിക്ക് പോക്കം വേണം വെച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കി. അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് കേട്ടോ. എന്നാലും ഏകദേശം കുറച്ച് ഒക്കെ വാങ്ങി കൊടുത്ത്. പിന്നെ അപ്പോൾ ഇതിന് റീനു റിസോർട്ടിനേറ്റവും വേറെ വഴിക്ക് പോയിരുന്നു കേട്ടോ. റിസോർട്ടിനേറ്റവും പോയിരുന്നു കേട്ടോ. അവനക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. വീട്ടിൽ വരാൻ നോക്കുമ്പോൾ ഇവരെ കാണുന്നില്ല. അങ്ങനെ ഞാനും മിന്നും റീനുവിനും കുട്ടീനും തിരഞ്ഞു മടുത്തു കേട്ടോ. എന്നിട്ട് ഓൾ ഏതോ ഫോണിൽ എനിക്ക് കോൾ ചെയ്തു കേട്ടോ. എന്നിട്ട് ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട് കാരണം അവിടെ നിന്ന് വന്ന് നോക്കിയിട്ട് കാണില്ല കേട്ടോ. കാരണം ക്ലിയർ ആവാഞ്ഞിട്ട് പിന്നെയും ഓൾ കോൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് എനിക്ക് വണ്ടി ഇട്ടിട്ടില്ലെങ്കിൽ കൂടെ ഞങ്ങൾ വണ്ടി പോരെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ കുഞ്ഞിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞത് അവർ ഓർത്തിട്ടില്ലോണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ പൊയ്ക്കോളി, പിന്നെ ഞാൻ വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ റീനുവിനെ തിരഞ്ഞ് നടന്ന് മിന്നുവിനെ ഒരു വഴിക്ക് വിട്ടു, ഞാനൊരു വഴിക്ക് വിട്ടു. അപ്പോൾ അതിന് റീനു തിരഞ്ഞ് എൻ്റെ അടുത്ത് എത്തി. അപ്പോൾ പിന്നെ മിന്നുവിനെ കാണാല്ലേ അതായി. അങ്ങനെ പിന്നെ മിന്നുവിനെ തിരഞ്ഞു പിടിച്ചിട്ടോ. റബ്ബേ ആകെ കുടുങ്ങിയിട്ടോ. പിന്നെ നേരം വൈകണമുണ്ട്, കുഞ്ഞോൻ ചീത്ത അറിയാന്നുള്ളൊരു പേടി മനസ്സിലുണ്ടേനു.
അങ്ങനെ പിന്നെ മക്കൾ പിന്നെ കുറേ പറഞ്ഞമ്മ വരി ഐസ്ക്രീം പിന്നെ അന്ന് ഞാൻ പോയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ ഫ്രണ്ട് ഒരു ഐസ്ക്രീം വാങ്ങി തന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ടേസ്റ്റ് അറിഞ്ഞു. പിന്നെന്താ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പൊതുവെ എല്ലാ കല്യാണത്തിനും ഇന്നേക്കാളൊരു വെറൈറ്റി ആയിട്ടായിരുന്നു കല്യാണം ഞാൻ കൂടി പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട്, കാരണം എൻ്റെ കുടുംബത്തിലുള്ളവരും കൂടി ഇല്ല എന്നോട് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ട് കേട്ടോ കല്യാണത്തിനൊന്നും. അപ്പോൾ എനിക്ക് അതിനേക്കാളേറെ എൻ്റെ മക്കൾക്കാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കല്യാണങ്ങൾ ഫ്രണ്ട്സാളെ, പിന്നെ അതുപോലെ നാട്ടിലുള്ള ഒരുപാട് ഫ്രണ്ട്സാളുണ്ട്. പിന്നെ മക്കളെ സ്കൂളിലെ എന്താണ് അങ്ങനെ കുറേ ഫ്രണ്ട്സാളുണ്ട്. ഇപ്പോൾ മക്കൾ ചെറിയ കുട്ടികളാണെങ്കിലും ആ ഫ്രണ്ട്സുകളൊക്കെ അവരെ എന്ത് കാര്യത്തിനും ക്ഷണിക്കും കേട്ടോ. കല്യാണമായാലും നോമ്പർപ്പിക്കലാണെങ്കിലും സൽക്കാരാണെങ്കിലും മിഠായി എടുക്കൽ, നിക്കാഹ്, അങ്ങനത്തെ എന്ത് കാര്യത്തിലും അവരൊക്കെ ക്ഷണിക്കും കേട്ടോ. അവർക്കൊരു ഈ കുടുംബ ബന്ധത്തിൽ അത്ര ഇതില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ പോകാനും, ഭയങ്കര ഫ്രണ്ട്ഷിപ്പുമാണ്. അപ്പോൾ അങ്ങനത്തേനൊക്കെ പോകാൻ ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക്. അപ്പോൾ ഞാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മക്കളെ ഓർത്തിട്ട് അങ്ങനത്തേനൊക്കെ ഞാൻ ഇറങ്ങിത്തിരിക്കും കേട്ടോ. അങ്ങനെ ഏതായാലും ഭയങ്കര മറക്കാൻ കഴിയാത്തൊരു ദിവസമായിട്ടോ ഈ ഒരു സംഭവം. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ കൂടാൻ പറ്റുമെന്ന്. ഏതായാലും ഞങ്ങളൊരു എല്ലാവരും കുറച്ച് പേര് കണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾക്കൊരു മീറ്റപ്പൊക്കെ വെക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ ടൈമിനനുസരിച്ചിട്ട് ഡേറ്റ് കുറിക്കാമല്ലോ. പിന്നെന്താ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ. പിന്നെ അതൊക്കെ അവർ പോയിട്ട് ഞാൻ ജസ്റ്റ് മക്കളെ വീഡിയോസൊക്കെ എടുത്താട്ടെ. ഞാൻ കല്യാണ പേരിലൊക്കെ പോയി മക്കളെ ഫോട്ടോസൊക്കെ കുറച്ച് എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ഇത് കഞ്ഞിപ്പുര ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീടുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് പുതിയ വീട് വെക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് ഞാൻ റിന്യൂവിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അങ്ങനെ വീഡിയോ എടുത്ത. അപ്പോൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് പോകുന്നത് കാരണം കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഫ്രണ്ട്സൊക്കെ പോയി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകുന്നു. അങ്ങനെ കാടാമ്പെത്തപ്പോൾ ഒരു വത്തയ്ക്ക് വാങ്ങിപ്പോയിരുന്നു കേട്ടോ. ഭയങ്കര ദാഹമില്ല, അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും. പുതിയാപ്പന്റെ ഷൂസ് ഒക്കെ ഇട്ടിക്കണല്ലേ ആ കല്യാണ പേരിത്തെ. ആ പുതിയാപ്പന്റെ ഷൂ ആണിത്. പുതിയാപ്പ അവിടെ തെരഞ്ഞടിച്ചുണ്ടാവും.